നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബൊംബാസോ ഇൻ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ മുണ്ടോ ഡിപ്പോർട്ടീവ് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. സലാ ടു അൽ നസർ ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ. റൂമറുകൾ ഇങ്ങനെ പാറിപ്പറക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി ബന്ധപ്പെട്ട്. CR7 കരിയറിൽ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അദ്ദേഹം 2 കളി പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ കളിക്കാതെ വിട്ടു നിന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ പോലൊരു കളിക്കാരൻ, എല്ലാ സമയത്തും കളിക്കളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇങ്ങനെ 2 കളിയൊക്കെ വിട്ടു നിന്നാൽ സ്വാഭാവികമായിട്ടും റൂമറുകളുടെ ചാകരയായിരിക്കും. അതിൽ കണ്ടൊരു റൂമറായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ഏജൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്റർ മയാമിയിലേക്ക് തന്നെ ഓഫർ ചെയ്യാൻ. ലയണൽ മെസ്സിയുടെ കൂടെ കളിച്ച് തൻ്റെ കരിയർ അവസാനിപ്പിക്കണമെന്ന് ക്രിസ്ത്യാനോ ആഗ്രഹിക്കുന്നു എന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പകരം സലായെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നു അൽ നസർ എന്ന്. ആ റിപ്പോർട്ട് നമുക്ക് നോക്കാം. അതിലവർ പറയുന്നത് ഈജിപ്ഷ്യൻ ഇൻ്റർനാഷണൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ സാലറി പെർ വീക്ക് ലിവർപൂളിൽ 4 ലക്ഷം യൂറോയാണ്. അപ്പം അദ്ദേഹത്തെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ അൽ നസർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് സൗദി അറേബ്യൻ ക്ലബ്ബുകൾ ശ്രമിച്ചതാണ് സലാക്ക് വേണ്ടി. പക്ഷേ സലാ ലിവർപൂൾ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അന്ന് പക്ഷെ നമ്മൾ കേട്ടത് അൽ ഹിലാലിൻ്റെയും അൽ ഇത്തിഹാദിൻ്റെയും ഒക്കെ പേരുകളാണ്, അൽ നസറിൻ്റെ പേരല്ല. ഇപ്പോൾ ക്രിസ്ത്യാനോ ഇങ്ങനെ ഒരു സ്ട്രൈക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും വരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിനായിട്ടും അൽ നസർ ശ്രമിക്കുന്നു. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോകുന്നെങ്കിൽ പോകട്ടെ, അദ്ദേഹത്തെ കൈവിടണമെങ്കിൽ വിടാം എന്ന നിലപാടിലാണ് ഇപ്പോൾ അൽ നസർ ഉള്ളത് എന്നൊക്കെയാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മാധ്യമം മിററിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് തോന്നിയൊരു കാര്യം കൃത്യമായി പറയട്ടെ. കൃത്യമായി സൗദി അറേബ്യയിൽ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യാനോക്ക് അൽ നസറുമായിട്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. അദ്ദേഹം ആ ക്ലബിനെ ഏറെ ഇഷ്ടപ്പെടുന്നു, അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ PIF വ്യത്യസ്ത ക്ലബ്ബുകളെ മാനേജ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് എതിർപ്പുള്ളത്. അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അൽ നസറിന് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടണം, കൂടുതൽ കരുത്തുറ്റ ടീമാക്കിയിട്ട് അതിനെ മാറ്റണം. ഇത് മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ, അല്ലാതെ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അൽ നസറിൻ്റെ തലപ്പത്തിരിക്കുന്നവരും ക്രിസ്ത്യാനോക്ക് സപ്പോർട്ടാണ് എന്ന തരത്തിൽ കൂടി വാർത്തകൾ വരുമ്പോഴാണ് ഇതൊക്കെ പ്രചരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കണം. നിലവിൽ എന്തായാലും അടുത്ത AFC ചാമ്പ്യൻസ് ലീഗ് 2 മത്സരത്തിൽ CR7 കളിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. CR7 താല്പര്യമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇനിയിപ്പോൾ ആ കളി കളിച്ചില്ലെങ്കിൽ അൽ ഫത്തഹിനെതിരെയുള്ള കളിയിൽ CR7 മടങ്ങിയെത്തും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. CR7 പേര് നമ്മൾ ഒരുപാട് മുഴങ്ങി കേൾക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.